നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം, ഞാൻ എത്തിക്കുന്ന നാൾ പറഞ്ഞിരുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഒരു ചെറിയൊരു ലൈവ് സെഷൻ ചെയ്യാനുള്ളത്. ലൈവ് സെഷൻ ടാരോൻ്റെ അല്ല, ടാരോ നമുക്ക് വേണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അതിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് അത്ര താല്പര്യമില്ല. അവിടെ നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുക. ആൻഡ് അവിടെ നമ്മളൊരു ചെറിയ ഗൈഡൻസ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. അതിന് ടാരോ ഞാൻ പറ്റിയാൽ യൂസ് ചെയ്യും. ഓക്കെ, ബട്ട് നോട്ട് ആസ് ഗൈഡ്, നിങ്ങൾക്ക് വേണ്ടി റീഡിംഗ് ആയിട്ടല്ല, പക്ഷേ ഞാൻ ടാരോ യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ മനസ്സിൽ ആക്ച്വലി ഇന്നലത്തെ റീഡിംഗ് എടുത്തപ്പോഴും 888 പോർട്ടലിൻ്റെ അത് വന്നിരുന്നു. അത് ഞാൻ അനൗൺസ് ചെയ്തതും ആൻഡ് പോരാത്തതിന് 888 ഞാൻ നോക്കിയപ്പോൾ ഓഗസ്റ്റ് 8 വരുന്നത് സാറ്റർഡേ ആണ്. സോ പറ്റിയാൽ അന്ന് ചെയ്താലോ എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ നാളെയോ 1-2 ദിവസത്തിൽ ഞാൻ അതിൻ്റെ ഒരു ഫുൾ രൂപം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്യാം. ഓക്കെ, സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വരൂ. ഓക്കെ, നമുക്ക് ചെറിയൊരു 1 hour സെഷൻ, 1.5 hours സെഷൻ ഒക്കെ നമുക്ക് ചെയ്യാം. ചെറിയ സ്മോൾ ഗ്രൂപ്പേ ഞാൻ എടുക്കുന്നുള്ളൂ, ഒരുപാട് പേരല്ല, കാരണം പിന്നെ അൺകംഫർട്ടബിൾ ആയിപ്പോവും. ഓക്കെ, കുറച്ച് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ചെറിയ ക്രൗഡായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇന്നിവിടെ ഞാൻ എടുക്കുന്നത് ഇതൊരല്പം നെഗറ്റീവ് കൂടുതൽ ഉള്ള ഒരു ഡെക്കാണ്. ഞാനത് അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് നമുക്കിപ്പോൾ തൽക്കാലം നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് കുറച്ച് ഇതിൽ കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷനിലുള്ള പ്രോബ്ലംസ് നമുക്കിതിൽ എടുക്കാം. ഓക്കെ, സോ ഐ തിങ്ക് അതൊരു കുറേ കൂടി നമുക്കൊരു നല്ല റിയാലിറ്റി കാണിച്ചു തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റിയാലിറ്റി ഇതിൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഞാനിത് ഒരിക്കലും എടുത്തിട്ട് തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇതായി തോന്നി. അപ്പം ഞാനിത് യൂസ് ചെയ്തില്ല, ഡെക്ക് വാങ്ങിയെന്ന് മാത്രം. ബട്ട് ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ എടുക്കാം, കറണ്ട് സിറ്റുവേഷൻ ഇതിൽ നിന്ന് എടുക്കാം. എന്നെ ഞാൻ പേഴ്സൻ്റെ മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇതിലെ സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ എന്ന രീതി കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ അതിലുള്ള പ്രോബ്ലംസ്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പേഴ്സണുമായിട്ടുള്ള പ്രോബ്ലംസ് നമുക്കതിൽ നോക്കാം. എന്തൊക്കെയാണ് പ്രോബ്ലംസ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗിൽറ്റി, ഇതാണ് ഞാൻ പറഞ്ഞത്. ഫ്ലൈറ്റി, ഓക്കെ, കുറച്ച് റൂഡായിരിക്കും. ഐ തിങ്ക് ഞാൻ വാർണിംഗ് ഇട്ട് വെക്കാം, കാണാൻ റെഡി ആയവരെ മാത്രം കാണാമെന്ന്. ഓക്കെ, എക്സിറ്റ് പ്ലാൻ, ക്രംബ്ലിങ് ആൻഡ് ബ്രോക്കൺ മതി, ഒരുപാട് വേണ്ട. നമുക്ക് നെഗറ്റീവ് എടുത്താലും ടെൻഷൻ്റെ മേലെ ടെൻഷനായിപ്പോവും. ഓക്കെ, മേ ബി ഐ ടേക്ക്. ഓക്കെ, ഇവിടെ എനിക്ക് ഗിൽറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സൺ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ കുറ്റബോധമുണ്ട് അവരുടെ ഉള്ളിൽ. മാത്രമല്ല അവരെന്തോ തെറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ദർ ഇസ് ലൈങ് ഓർ ചീറ്റിംഗ് ഗോയിങ് ഓൺ. ഓക്കെ, സോ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നുണകളായിരിക്കാം, നുണകൾ പറയുന്ന രീതിയിലായിരിക്കാം. നുണ എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് വലിയ മേജറായിട്ട് വിചാരിക്കാം. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മറച്ചു വെക്കുക നിങ്ങളുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ചെറിയ ചെറിയ നുണകൾ എന്തെങ്കിലുമൊക്കെ പറയുക. അതിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ അവരുടെ ഭാഗത്ത് അവർ ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് എന്നാലും അതൊരു ചെറിയ തെറ്റ് തന്നെയാണ് അല്ലേ, നിങ്ങളോട് തുറന്ന് സംസാരിക്കാത്ത രീതിയിൽ. അത് ഈവൻ അവർ ഫീലിങ്സിനെ കുറിച്ചായാലും ശരി. ഓക്കെ, അവർ ഫീലിങ്സ് തുറന്ന് പറയാത്തായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പോരാത്തതിന് ചീറ്റിംഗ് എനർജി ഉണ്ട് കുറച്ച് പേർക്ക്. 7 of Swords എനർജിയാണ്. സോ ഇവിടെ പേഴ്സൻ്റെ ഭാഗത്ത് ചീറ്റിംഗ് കൂടി കുറച്ച് പേർക്ക് ഉണ്ടാവാം. തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, തേർഡ് പാർട്ടി ആരുമാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് വേറെ വന്നു, അങ്ങനെ വേറെ ആരുടെയും ഫ്ലർട്ട് ചെയ്യുന്നു, എനി കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട്. ഫ്ലൈറ്റി, not knowing what they are going to do next causes you anxiety. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ നിങ്ങളോട് ഒരു ക്ലാരിറ്റി തരുന്നില്ല സിറ്റുവേഷണൽ. ഓക്കെ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല. അവർ എന്ത് ചെയ്യും അടുത്തത്. അതായത് ചില ഇതൊക്കെ നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് എനർജി നമ്മൾ പറയാറുണ്ടല്ലോ. പേഴ്സൺ വരും, നിങ്ങളോട് സംസാരിക്കും നല്ല രീതിക്ക്, കുറച്ച് ദിവസം ഓക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരിക. ചിലപ്പോൾ അവർ മാറി നിൽക്കും, സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺടാക്റ്റ് ഇല്ലാതെയാവും. നിങ്ങൾക്ക് അറിയുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഈ പേഴ്സൺ എന്നോട് താല്പര്യം ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ വെറുതെ ഒരു കാഷ്വലായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ അടുപ്പമുണ്ടെന്ന് തോന്നും. സോ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി, ഭയങ്കര കൺഫ്യൂസ്ഡ് എനർജി ഒക്കെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ മേലെ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് ആങ്സൈറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ പേഴ്സണ് വേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ആക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ. ഓക്കെ, നമ്മൾ സ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. മനസ്സിലുണ്ട്
സ്നേഹം. പക്ഷേ ഇത് അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പറയാം, ഇത് അവരുടെ സ്വഭാവം, ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കാണിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇതിലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫൈൻഡ് ലവ് യു ക്യാൻ കൗണ്ട് ഓൺ. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാനും നിങ്ങൾക്ക് അതായത് എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ബന്ധങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് കമ്മിറ്റ്മെൻറ്റ് ഇല്ല, അവർ ഒരുപാട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ, വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും അല്ല കേട്ടോ. എനിവേ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരും വേണം, അതുമാണ് അർത്ഥം. എക്സിറ്റ് പ്ലാൻ ഉണ്ട്. സം വൺ വോൺസ് ഔട്ട് ബട്ട് ദേ ആർ ഇൻ മേക്കിംഗ് എ മൂവ് യെറ്റ് ബി പ്രിപ്പയർഡ് ഫോർ സഡൻ ചേഞ്ച്. നിങ്ങളുടെ പേഴ്സൺ എവിടെ നമ്മൾ പറയില്ല, ഒരു എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. അത് അഗെയിൻ ഞാൻ ഫീലിങ്സ് എടുക്കാം. ഓക്കെ, എനിക്ക് ഉറപ്പാണ് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് ഒരു ഒരു ഉറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക്. അതാണ് ഉറച്ച് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ വേണ്ട കമ്മിറ്റ്മെൻറ്റ് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവരിങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയാണ്. ഓക്കെ, നിങ്ങളോട് അറ്റാച്ച്ഡ് ആവും തോറും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ പേഴ്സൺ ഇപ്പോൾ വിട്ടുപോകുന്ന നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടാവും. ആൻഡ് അങ്ങനെ വരാനുള്ള ഇനി സഡൻ ചേഞ്ചസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഐ തിങ്ക് യൂസ് ടു ആയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പലതവണ അത് കണ്ട് നിങ്ങൾ ശീലിച്ചിട്ടുണ്ടാവും. ഈ പേഴ്സൺ ചില സമയത്ത് നിങ്ങളുടെ നല്ല രീതിക്ക് നിൽക്കും, അത് കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കാണാതെയാവും. സോ ആ രീതിക്ക് എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ പോലെ ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടിയാണ്. അതിപ്പോൾ റീസൺ പലതായിരിക്കാം, നമ്മളിപ്പോൾ അങ്ങനെ അത്ര ഡെപ്തിലേക്ക് അല്ല പോകുന്നത്. സോ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ബി വെരി കെയർഫുൾ. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് ഞാൻ പറയാം. ക്രംബ്ലിംഗ് കാണുന്നുണ്ട്. വാട്ട് യു ഹാവ് ബിൽഡ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് ഫോളിങ് അപ്പാർട്ട്. ഇറ്റ്സ് ഓക്കെ, യു ഹാവ് ദ സ്ട്രെങ്ത് ടു ബിൽഡ് എ ന്യൂ. ഓക്കെ, ഇതൊക്കെ ടവർ കാർഡിൻ്റെ എഫക്റ്റ് ആണ് നമുക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും കാലം കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളതിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്നേഹം കൊടുത്തു, അവർക്ക് കെയർ കൊടുത്തു, നിങ്ങൾ ആ ബന്ധം ഒരുപാട് മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ടു, എന്നിട്ടും എല്ലാം തകരുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ തകർച്ചകൾ വേണം എന്നുകൂടിയാണ്. ഓക്കെ, ചില സമയത്ത് അങ്ങനെ തകരണം, എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും അത് റീബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം അത് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ പറയില്ലേ അടിത്തറ, അതിപ്പോൾ ശരിയല്ല അത്രയ്ക്ക്. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ആക്ച്വലി ബിൽഡ് ചെയ്യാനൊരു അവസരം കൂടിയാണ് ടവർ വരിക എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒന്ന് രൂക്ഷമാവേണ്ടി വരും. അതിനുശേഷം ഒരു തകർച്ച വരുമ്പോഴാണ് വീണ്ടും നമുക്ക് റീബിൽഡ് ചെയ്യാനുള്ള അവസരം വരുന്നത്. ഓക്കെ, സോ ഒരു ടവർ കാർഡിൻ്റെ മൊമെൻറ്റ് കാണുന്നുണ്ട്. സോ ഇവിടെയും അതൊരു സഡൻ ചേഞ്ച് എന്തെങ്കിലും വരും എന്ന് പറയുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ഓൾറെഡി നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. ആൻഡ് ബ്രോക്കൺ ദേ ഡിഡ്ന്റ് കീപ് ദ പ്രോമിസസ് ദേ മേഡ്. ദേ മേ ബ്രേക്ക് യുവർ ഹാർട്ട് ബട്ട് നോട്ട് യുവർ സ്പിരിറ്റ്. ഓക്കെ, സോ ഇവിടെ അവരുടെ ഭാഗത്തു നിന്ന് അവർ വാക്കുകൾ തന്നത് അവർ കീപ്പ് ചെയ്തിട്ടില്ല. അവർ പ്രോമിസ് വാക്ക് പലതും പറയുന്നുണ്ടാവും, പക്ഷെ ഒന്നും പാലിക്കുന്നില്ല എന്ന രീതിക്കാണ്. ഓക്കെ, അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് പല സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായി കാണാം. ഓക്കെ, ഡിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകൽച്ച, അപ്പോൾ മാനസികമായിട്ടുള്ള അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഫിസിക്കലി രണ്ട് സ്ഥലത്ത് ദൂരെ എന്നുള്ളൊരു കാര്യം ഉണ്ടാവാം. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് എന്നാണ് വരുന്നത്. കുറച്ചുകൂടി ഞാൻ കാണിച്ചെടുക്കാം. Many flames. Okay, it can take many tries to find the right one. Take a break when you need and don't give up. Okay, നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയില്ല, അല്ലെങ്കിൽ ഒരാളുമായിട്ട് പ്രത്യേകിച്ച് സിംഗിളൊക്കെ ആണെങ്കിൽ കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ തന്നെ മേ ബി ഈ ബന്ധത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ നമ്മൾ വഴക്കോ പ്രശ്നമോ വന്നു, ഓക്കെ, വീണ്ടും അകൽച്ചകൾ വരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അഗൈൻ ട്രൈ ചെയ്യൂ എന്നൊരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ പല സിറ്റുവേഷൻസ് ഇതുപോലെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവാം. ബട്ട് എന്നാലും ഗിവ് അപ്പ് ചെയ്യണ്ട എന്നൊരു ഇത് പറയുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് വരാനുള്ള ചാൻസ് കൂടി ഉണ്ട് എന്നായിരിക്കാം. ലോങ് റോഡ്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ബിഫോർ യു ഫൈൻഡ് വാട്ട് യു വോണ്ട്, ബട്ട് ദ ജേർണി ഹെൽപ്സ് യു ഗ്രോ. സോ ഈ ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ലൈഫിൽ ഇനിയിപ്പോൾ വേറെ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ജേർണിയിലാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ കിട്ടാൻ, അതിനുള്ള അത് കണ്ടുപിടിക്കാൻ ഓക്കെ, ഇനിയും നിങ്ങൾക്ക് കുറേ ദൂരം പോകാനുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ഈ ജേർണി ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതിൽ പലതും നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ജേർണിയാണ്, നിങ്ങൾ ഗ്രോ ചെയ്യുന്ന ഒരു ജേർണിയാണ്. ഇവിടെയും ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കനോട്ട് ബ്രേക്ക് യുവർ സ്പിരിറ്റ് എന്ന്. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ മാനസികമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ഒക്കെ നിങ്ങൾ തകരാം. ബട്ട് നിങ്ങളുടെ സ്പിരിറ്റ്, അതായത് നമ്മൾ പറയില്ല നമ്മളുടെ ഒരു ഉള്ളിലുള്ള ഒരു എനർജി, അത് തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെയും അതിനെ പറയുന്നത് നിങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ, നിങ്ങൾ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട് കോട്ട് അപ്പ് ഇൻ ദ വേൾഡ് വിൻഡ്.
യു കാൺ സീ വാട്ട്സ് റിയലി ഗോയിങ് ഓൺ, ആസ്ക് എ ട്രസ്റ്റഡ് ഫ്രണ്ട് ഫോർ അഡ്വൈസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ ചില സമയത്ത് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മേ ബി ആരോടെങ്കിലും പറ്റിയാവുന്ന കുറച്ച് വിവരങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രം ചോദിക്കാം. ഓക്കെ, കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, ബ്ലൈൻഡഡ് ആയിട്ട് ഇരിക്കേണ്ട, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. ഓക്കെ, നമുക്ക് ഈ ഡെക്കുന്ന് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് മുന്നോട്ട് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാൻ നോക്കാം. ഓക്കെ, വാട്ട് ക്യാൻ വി എക്സ്പെക്ട്? ഐ നീഡ് മോർ ബാലൻസ്. ഓക്കെ, സ്ട്രെങ്ത് കാർഡ്, ഈഗോ എല്ലാം എടുത്തിട്ട് ഞാൻ ഒന്നിച്ച് പറയാൻ നല്ലത്. ദിസ് ലവ് സ്കെയർസ് മീ, അഗൈൻ ലവ് മീ എന്നുണ്ട്. ഓക്കെ, യുവർ ഫാമിലി വോണ്ട് ലൈക്ക് മീ. ഓക്കെ, ഇതൊക്കെ കുറേ ഇന്നെല്ലാം ഐ തിങ്ക് നമ്മുടെ ആ ഒരു പ്രോബ്ലംസിനെ കുറിച്ചാണ് കൂടുതലും വരുന്നത്. ഓക്കെ, മൈ ലൈഫ് സ്റ്റാർട്ടഡ് വെൻ ഐ മെറ്റ് യു. 222 എനർജി നന്നായിട്ട് വന്നിട്ടുണ്ട്, മേ ബി വന്നിട്ടുണ്ട്. ആൻഡ് യു ആർ മൈ എവറിത്തിങ്. ഓക്കെ, ഗിൽറ്റി കാണുന്നുണ്ട്. ആദ്യം വന്ന കാർഡ് നമുക്ക് ഗിൽറ്റി ആയിരുന്നു. ഐ കാണ്ട് ഈവൻ ലുക്ക് അറ്റ് യു എന്നാണ് പറയുന്നത്. സോ അഗൈൻ ഗിൽറ്റിൻ്റെ കാര്യം, നിങ്ങളുടെ മുഖത്ത് പോലും അവർക്ക് നോക്കാൻ പറ്റുന്നില്ല, ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ നിങ്ങളോട് നുണകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ അവർക്ക് നിങ്ങളെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. എനിവേ, ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു എന്നുകൊണ്ട് നമുക്കിവിടെ വെക്കാം. സോ ഇവിടെ എനിക്ക് കാണുന്നത് ഐ നീഡ് മോർ ബാലൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് അവരെ കുറച്ചുകൂടി ഒന്ന് ബാലൻസിലേക്ക് വരാനുണ്ട്, തീരുമാനങ്ങളൊന്നും എടുക്കാനുണ്ട്. ഇതൊരു ഇൻഡിസിഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് അവർക്കൊരു ഉറച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. സോ അഗൈൻ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. മൈ ലൈഫ് സ്റ്റാർട്ടഡ് വെൻ ഐ മെറ്റ് യു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ അവരുടെ ജീവിതം, ഓക്കെ, അവരിലേക്ക് ശരിക്കും ഒരു ആസ്വദിക്കുക അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു സന്തോഷം അവർ കണ്ടെത്തിയത് നിങ്ങൾ വന്നപ്പോഴാണ്. ഓക്കെ, ആൻഡ് ഇവിടെ യു ആർ മൈ എവറിത്തിങ് എന്ന് പറയുന്നുണ്ട്. 10 ആണ് നമ്പർ 1 എടുക്കാം, നമുക്ക് പുതിയ ബിഗിനിങ് എന്ന് എടുക്കാം. സോ എവിടെയോ നിങ്ങൾ അവരെ ലൈഫിൽ ശരിക്കും എല്ലാമാണ് അവർക്ക്. ഓക്കെ, ആസ് ലൈക്ക് ഫീലിങ്സ് വൈസ് ഞാൻ പറയുമ്പോൾ എപ്പോഴും നിങ്ങളോടാണ് അവർക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു എന്നുമുണ്ട്. ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണിത്. നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേബിൾ ലൈഫ് നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബട്ട് ഇവിടെ തടസ്സങ്ങൾ അഗൈൻ അവർക്ക് പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ സിറ്റുവേഷൻ്റെ കാര്യമായിരിക്കാം, സാഹചര്യങ്ങളുടെ കാര്യമായിരിക്കാം, അവരുടെ ലൈഫിൽ പല അവർക്ക് വേറെയും ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ എങ്ങനെ നിലനിർത്തണം, അതൊക്കെ അവർ അതിന് വേണ്ട എഫേർട്ട് ഇടണം അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു ബാലൻസ് അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഈഗോ കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് സ്ട്രെങ്ത് കാണുന്നത് എനിക്ക് ഒന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന പോലെയാണ്. അവരൊരു അല്പം ബാക്കിലേക്ക് നിൽക്കുക അല്ലെങ്കിൽ ഒരു അവനവനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ്. ഓക്കെ, കുറച്ച് ഈഗോവും കാണിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഒരു ഈഗോ കൂടിയാണ്. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തുറന്ന് പറയുക, സംസാരിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ബെറ്റർ ആക്കാനൊക്കെ വരണമെങ്കിൽ ഈഗോ മാറ്റി വെക്കണം അല്ലേ. ബട്ട് അത് ചെയ്യുന്നില്ല അവർ. പുറത്തേന് സിറ്റുവേഷൻസ് കാരണം മേ ബി അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഒന്ന് പുറകോട്ട് നിൽക്കുന്നതായിരിക്കാം. ദിസ് ലവ് സ്കെയർസ് മീ എന്ന് പറയുന്നുണ്ട്. അവർക്ക് അഗൈൻ 2 and 2 ഇവിടെ വന്നിട്ടുണ്ട്. സോ അവർക്ക് ഈ ബന്ധത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവും തോറും അവർക്കൊരു പേടി വരികയാണ്, അവരുടെ ഉള്ളിൽ പേടികൾ വരികയാണ്. അതിപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന്, ഈ സിറ്റുവേഷൻ മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ള ചിന്ത, അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരെ ലൈഫ് തന്നെ മാറ്റേണ്ടി വരും എന്ന ചിന്തയായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ജീവിതം തന്നെ മാറുമല്ലേ, ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പലതും മാറ്റേണ്ടി വരും. സോ അതിനെ പേടിച്ചിട്ടായിരിക്കാം, അവരുടെ ഫ്രീഡം പോകും എന്ന് പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും മേ ബി ഫാമിലിയുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ ഫാമിലി അഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്, ഓൾറെഡി മാരീഡ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ. സോ പല കാര്യങ്ങളും ഓർത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിങ്ങളോടുള്ള ഒരു സ്നേഹം തന്നെ അവർക്കൊരു പേടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമുണ്ട്. ഓക്കെ, ബട്ട് ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും അങ്ങനെയൊക്കെ അവർക്ക് അതൊരു പേടിയാണ് തോന്നുന്നതെന്നാണ് പറയുന്നത്. സോ അഗൈൻ ആ ഒരു ഇംബാലൻസ് ആണ് കാണിക്കുന്നത്, അവർക്കൊരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ലവ് മീ എന്ന് പറയുന്നുണ്ട്. അവരെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അവരെ വിട്ടു പോകണമെന്ന്. ഓക്കെ, നിങ്ങൾ അവരെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ബിഹേവിയറൊക്കെ വെച്ച് എങ്ങനെയാണ് സ്നേഹിക്കുക അല്ലേ, അതും ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിവേ, യുവർ ഫാമിലി വോണ്ട് ലൈക്ക് മീ എന്ന് പറയുന്നത് യെസ്, അതും ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അവർക്കൊരു ഡൗട്ട് ഉണ്ട് ദാറ്റ് നിങ്ങളുടെ ഫാമിലി അവരെ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ്, രണ്ടും ആവാം. ഓക്കെ, ഫാമിലീസ് ചിലപ്പോൾ സമ്മതിക്കില്ല എന്നായിരിക്കും. ഓക്കെ, സോ അതൊരു ടെൻഷൻ അവർക്കുണ്ട്. ആൻഡ് ഇവിടെ മേ ബി എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, ഇവിടെ ഒരു എന്തിനെ കുറിച്ചായിരിക്കാം, ഐ എം കമ്മിങ് ട്രസ്റ്റ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് അവർ എന്തായാലും മേ ബി എന്ന് പറയുന്നത് അവരെ മനസ്സിൻ്റെ ആ കൺഫ്യൂഷൻ തന്നെയാണ്. ആക്ച്വലി 2 എനർജി ഞാൻ വീണ്ടും പറയുന്നു, അവർക്കൊരു കൺഫ്യൂഷനാണ്, വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കൺഫ്യൂഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻ ആൻഡ് ഔട്ട് എനർജി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉറച്ച് നിൽക്കാത്തത്, കമ്മിറ്റ്മെൻറ്റ് തരാത്തത്. ഓക്കെ, ആൻഡ് ഇവരെ വേറെ പക്ഷേ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം മെയിൻലി നിങ്ങളോട് പറയുന്ന വാക്കുകൾ തെറ്റിക്കുക, പ്രോമിസസ് തെറ്റിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുക എന്ന് മാത്രമല്ല, ഇപ്പോൾ വേറെ തേർഡ് പാർട്ടിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു ഏറ്റവും വലിയൊരു തെറ്റാണ് അവർ ചെയ്യുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൂട്ടുന്നുണ്ട്.
ബട്ട് മേ ബി എന്ന് പറയുമ്പോൾ ഐ എം കമ്മിങ് ട്രസ്റ്റ് എന്നാണ്, 1 ആണ്, നമ്പർ 1 ആണ്. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി അവർക്ക് യെസ് അവർ വരാം, ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് അവരൊരു വാക്ക് പറയുന്നുണ്ട്. ബട്ട് ഇത് ആക്ഷനിൽ കാണണം നമുക്കല്ലേ, സോ അപ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആൻഡ് 10 യു ആർ മൈ എവറിത്തിങ്, യെസ് അവരുടെ ലൈഫിൽ നിങ്ങളാണെല്ലാം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ബട്ട് അവർ ചെയ്ത മിസ്റ്റേക്സ് കാരണം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ കാരണം അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും വയ്യ. അതിൻ്റെ തീരുമാനങ്ങളും ഉറച്ച് എടുക്കുന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ കാണുന്നത്. 4 ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു എന്ന് പറയുന്നുണ്ട്. യെസ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ലവ് മീ എന്നും പറഞ്ഞു അല്ലേ, അത് അവരിങ്ങോട്ട് തന്നോ ഇല്ലയെന്ന് അവർ ചിന്തിക്കുന്നില്ല, അതും അവർ വേണം അവരുടെ ഭാഗത്ത് നിന്ന്. അതാണ് ഇല്ലാത്ത ആക്ച്വലി. 2 നമ്പർ ഇംബാലൻസ് ഒക്കെ പറയുമ്പോൾ ബാലൻസ് വേണം നിങ്ങൾ തമ്മിൽ അല്ലേ, അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രം പോരല്ലോ, ഇങ്ങോട്ടും കിട്ടണ്ടേ, അത് നിങ്ങൾക്ക് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. സോ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. വളരെയധികം ഈഗോ ഉള്ള വ്യക്തികളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവനവനെ മാറ്റുക അല്ലെങ്കിൽ അവനവൻ്റെ തെറ്റ് സമ്മതിക്കുക, തിരുത്തുക, ഇതൊന്നും അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. സോ ഇവിടെ സിറ്റുവേഷൻസ് എന്ത് തന്നെയായാലും തീരുമാനം അഗൈൻ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, പേഴ്സൺ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പോട്ടെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ഈ സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അവർ ഉറച്ചു നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം വേണമെന്ന് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരുപാട് 2ഉം 1ഉം വന്നു. 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ 2 നമ്മൾ അലൈൻമെൻറ്റിൻ്റെ കാര്യമാണ്. സോ ഫ്യൂച്ചറിലേക്ക് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചേഞ്ചസ് വേണമെന്ന്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു ഉറച്ച തീരുമാനമൊക്കെ എടുക്കാനാണ് ബുദ്ധിമുട്ട്. ആൻഡ് 1 നമ്മളിപ്പോൾ ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് പറയുക. സോ യെസ് സാധ്യതകളുണ്ട്. ഓക്കെ, അവർ മാറ്റാനുള്ള സാധ്യതകളുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, എന്തോ പറയും, എക്സ്പെക്ട് ബട്ട് ഡോണ്ട് വെയിറ്റ് എന്ന് എന്തോ പറഞ്ഞ പോലെയാണ്. ഓക്കെ, മീൻസ് ഹോപ്പ് വെക്കാം, ഓക്കെ, പ്രതീക്ഷ വെക്കാം, പക്ഷെ കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക, പേഴ്സൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾ ബാലൻസിൽ നിൽക്കുക, നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷനോ സ്ട്രെസ്സോ ആവാതെ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കും. ഓക്കെ, പേഴ്സണലിലേക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് എന്ന രീതിക്ക് നിന്ന് ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് നിങ്ങളുടെ മനസ്സ് എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കരുത്. അതാണ് ഇവിടുത്തെ മെയിൻ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.